കൂട്ടുകാരെ, നമുക്ക് ഇച്ചിരി എന്താ നെയ്യ് ഒരുക്കാം. ഒത്തിരി ദിവസം കൊണ്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. ഇത്ര ഒരു പാത്രത്തിൽ നെയ്യ് നിറഞ്ഞു കേട്ടോ. അതിന്ന് ഒരുക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ എങ്ങനെയാണ് നെയ്യ് ഒരുക്കി എടുക്കുന്നത്? സുപ്പ് ഇങ്ങനെയാണ് കേട്ടോ. പാല് കാച്ചി അതിൻ്റെ പാട എടുത്ത് ഫ്രീസറിലോട്ടങ്ങ് വയ്ക്കും. എന്നിട്ട് ഇത്രയാകുമ്പോൾ എടുത്ത് ഒരുക്കും. അങ്ങനെയാണ് ഞാനിവിടെ നെയ്യ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആ പാട എടുത്ത് ഫ്രീസറിനകത്തോട്ടങ്ങ് വയ്ക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ ഒരുക്കിയെടുക്കും കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. വേറെ വിധത്തിൽ നമുക്ക് ചെയ്യാമല്ലോ. ഇച്ചിരി ഇരിക്കുമല്ലോ കേട്ടോ. അപ്പോഴെല്ലാ കൂട്ടുകാരും കൂടിയാൽ നമുക്കിന്ന് നെയ്യ് ഒരുക്കാം. നെയ്യ് ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ഒത്തിരി ഇരിപ്പുണ്ട്. ഞാൻ ഉണ്ടാക്കി ഒത്തിരി ഇവിടെ ഇരിക്കുന്നു. ഒരു 2-3 പാത്രത്തിനകത്ത് തന്നെ ഇരിക്കുന്നു കേട്ടോ നമ്മുടെ നെയ്യ്. അപ്പോൾ നമുക്ക് പാലും വാങ്ങിക്കാം, നെയ്യും ഉണ്ടാക്കാം അല്ലേ? ഞാൻ പറഞ്ഞത് ഇതെല്ലാം സുപ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് ഇത് നമ്മൾ എടുക്കും. എന്താവശ്യം പായസം വയ്ക്കാനും പിന്നെ കൊച്ചുങ്ങൾ എന്തെങ്കിലും ദോശയ്ക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ എടുക്കും കേട്ടോ. അതേ ഇതിനകത്തും ഉണ്ട്. എല്ലാം നല്ല അടിപൊളി നെയ്യ്. എന്തൊരു മണമാണെന്നറിയാം. സൂപ്പർ മണമാണ്. എന്താ ഈ നമ്മുടെ ഇല അതുണ്ടല്ലോ, ഇല്ല മുരിങ്ങയുടെ ഇല ഇട്ടാലും നല്ല മണം കിട്ടും കേട്ടോ. ഈ നെയ്ക്ക് നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ നല്ല മണം അതിന് കിട്ടുന്നത്. അപ്പോഴേ അവനെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതായി കിട്ടോട്ടെ. എപ്പോഴും നമ്മുടെ വേറെ വേറെ ഐറ്റങ്ങളല്ലേ ഉണ്ടാക്കുന്നത്. ഒരു കുഴപ്പമില്ല. അതേ ഇവനെ അങ്ങോട്ട് ഉരുക്കിയെടുക്കുക. നല്ല അടിപൊളി നെയ്യ് നമുക്ക് കിട്ടും. പല വിധത്തിൽ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് കേട്ടോ. ഇത് പിന്നെ ഇതങ്ങ് അരിച്ചെടുത്താൽ മതി. ഞാൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഞാനിത് ഇങ്ങനെ തന്നെ എടുക്കുന്നത്. നല്ല ഫ്രഷ് നെയ്യ് നമുക്ക് ഒതുക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഒരു തുണിയോ അരിപ്പയോ വെച്ച് ഇന്നാൾക്ക് ഓർക്കാപ്പുറത്ത് ഞാനുണ്ടല്ലോ ഒരു അരിപ്പ എടുത്ത് വെച്ച് അങ്ങ് ഒഴിച്ച് കളഞ്ഞ് ചൂടോടെ ബുദ്ധിയില്ലായ്മ ചെയ്തു കേട്ടോ. ഒരു അരിപ്പ എടുത്ത് വെച്ച് പെട്ടെന്ന് അപ്പഴി ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഞാനിതങ്ങ് അരിച്ചെടുത്തു കേട്ടോ. എന്താ പറ്റിയപ്പോഴോ? എന്താണ് പറ്റിയത്? അരിപ്പ ഉരുകിപ്പോയി. പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയായിരുന്നു കേട്ടോ. അതങ്ങ് ഉരുകിപ്പോയി. ബുദ്ധോസിൻ്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ. എന്നാൽ ആറിയതിന് ശേഷമല്ലേ നമ്മൾ അരിച്ചെടുക്കുന്നത്. എപ്പോഴാണോ ഇനി നമുക്ക് അതൊക്കെ അങ്ങോട്ട് തീയിട്ട് ആക്കിയെടുക്കാം കേട്ടോ. നിങ്ങളൊക്കെ നെയ്യൊക്കെ ഉണ്ടാക്കുന്നവരാണോ? ഉണ്ടാക്കി എടുക്കണം കേട്ടോ. പനലാക്കി കളയരുതെന്നു കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ ചുമ്മാ പാടയൊക്കെ എടുത്തങ്ങ് കളയുമായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നല്ല ഫ്രഷ് നെയ്യ് നമുക്ക് കിട്ടും. രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. എൻ്റെ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി ചോറുണ്ടാ മതി കേട്ടോ. ചോറുന്നതിന് മുന്നേ നമുക്ക് രാവിലെ എടുത്തു വെച്ചത് കേട്ടോ. എത്ര രൂപ കൊടുത്ത് നമ്മൾ നെയ്യൊക്കെ വാങ്ങിക്കുന്നതല്ലേ? നമ്മൾ ഒരു 1-1.5 ലിറ്റർ പാൽ എന്നും വാങ്ങിക്കും. അപ്പോഴതിൻ്റെ പാട മാറ്റിയിട്ട് ഞാൻ തിളപ്പിച്ചങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും. പച്ച പാൽ ഞാൻ ഇവിടെ വെക്കത്തില്ല കേട്ടോ. തിളപ്പിച്ചങ്ങ് ചൂടാക്കി വെക്കുക. അന്നേരം കേടാവത്തതേയില്ല. പച്ച വെച്ചാൽ ഈ വെളുപ്പംകാലത്തൊക്കെ കൊണ്ടുവരുന്ന വെളുപ്പംകാലത്ത് പശുവിനെയൊക്കെ കറന്നു കൊണ്ടുവരുന്നതായിരുന്നു. അതങ്ങ് പന്നലാവും. പിന്നെ പച്ചയ്ക്ക് വെച്ചില്ല. ഞാൻ എപ്പോഴാണെങ്കിലും ഇവിടെ പാൽ കൊണ്ടുവരുമ്പം ഞങ്ങൾ എല്ലാവരും തിളപ്പിച്ച് ഇതേപോലെ പാട മാറ്റി അങ്ങ് വയ്ക്കും. ഒരു കുഴപ്പമില്ല. എത്ര ദിവസം വേണേലും ഇരിക്കും. പിന്നെ ചിലരുണ്ട് ഈ പശുവിനെയൊന്നും കുളിപ്പിക്കാതൊക്കെ പശുവിൻ്റെ പാലൊക്കെ പിഴിഞ്ഞുകൊണ്ട് വരും. അതൊക്കെ അങ്ങ് ചീത്തയാവും പെട്ടെന്ന്. ഇന്നാളെ നമുക്കൊരു ദിവസം
രാവിലെ ചായ ഇട്ടതില്ല, അങ്ങോട്ട് വെച്ചപ്പോഴത്തേന് പൊട്ടിത്തെറി തന്നെ പൊട്ടിത്തെറി. ഞങ്ങൾ അന്ന് ചായ കുടിച്ചതേ ഇല്ല. 1.5 ലിറ്റർ പാൽ അന്ന് വാങ്ങിച്ചതാ. വൃത്തിയില്ലാതൊക്കെ പശുവിനെ കറന്നുണ്ടെങ്കിൽ എന്നും കുളിപ്പിച്ചാലൊക്കെ അല്ലേ ഉള്ളൂ. എന്താ, അല്ലെങ്കിൽ പാലിന് തന്നെ ഒരു സ്മെല്ല് എടുത്ത്. സത്യമല്ലേ? ആ പാലിന് തന്നെ ഒരു സ്മെല്ലാ ഈ കുളിപ്പിക്കാത്ത പശുവിൻ്റെ പാല് അല്ലേ? പശുവിനെ വളർത്തുന്നവർക്കറിയാം, വളർത്തിയവർക്കും അറിയാം അല്ലേ കൂട്ടുകാരെ? ആ, ഇവിടെ 2-3 സൊസൈറ്റി ഉണ്ട് കേട്ടോ. 2-3 സൊസൈറ്റി ഉണ്ട്. ഒരിടത്ത് രാവിലെ തുടങ്ങും, ഒരിടത്ത് 8. ഞങ്ങൾ ഉറങ്ങിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് പിള്ളേരൊക്കെ പോകണ്ടെന്നുണ്ടെങ്കിൽ 8 മണി വരെ കിടന്നുറങ്ങും. അപ്പോഴും നമുക്ക് പാലിന് നമ്മൾ വേറൊരിടത്ത് പോകും. അവിടെ 8 മണി വരെ ഉണ്ട് പാല്. തിളച്ച് 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 നമുക്ക് തൂക്കി നോക്കായിരുന്നില്ലേ? ഇവിടെ തൂക്കാസഞ്ചി ഒന്നുമില്ല കേട്ടോ. എത്ര കിട്ടുന്നെന്ന് നമുക്ക് അറിയാമായിരുന്നു. ഇന്നത്തെ എടുത്ത് വെച്ചില്ല. ഇന്നത്തെ അങ്ങ് പാല അതോടെ ഞാനങ്ങ് എടുത്ത് വെച്ചില്ല. ഇന്നത്തെ എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മുരിങ്ങയുടെ ഇല ഇട്ട നല്ല മണം കിട്ടും. നല്ല കേടാവത്തൊന്നുമില്ല. അല്ലെങ്കിൽ നെയ്യ് കേടാകത്തില്ല. നമ്മളിങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നതുകൊണ്ട് കേടാവത്തില്ല. നല്ല മണം കിട്ടും അതിന് കേട്ടോ. ഇപ്പം എനിക്ക് വെയിലത്ത് പോകാൻ, വെയിലത്തോട്ട് പോകാൻ വയ്യ. അപ്പോഴങ്ങോട്ട് പതഞ്ഞ് നിറഞ്ഞ് വരികയാണ് കേട്ടോ. എല്ലാവരും എടുക്കണം കേട്ടോ നെയ്യൊക്കെ. പാൽപ്പാട അങ്ങ് മാറ്റിയത്. ഇപ്പം ഈ കൊളസ്ട്രോളും ഒക്കെ ഉള്ളത് കൊണ്ട് ആരും അങ്ങനെ എന്താ പാൽപ്പാട അങ്ങനെ എടുക്കത്തില്ലല്ലോ. പാലിൻ്റെ പാടയൊക്കെ മാറ്റിയിട്ടല്ലേ എല്ലാവരും ചായ ഇടിയൊക്കെ ചെയ്യുന്നത്. നെയ്യ് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കറിയത്തില്ല കേട്ടോ. ഇതിനെപ്പറ്റി എനിക്കറിയത്തില്ല. നെയ്യ് കഴിച്ചാൽ എന്തെങ്കിലും നമുക്ക് കൊളസ്ട്രോൾ കൂടിയോ എല്ലാം ചെയ്യും. എനിക്കറിയത്തില്ല കേട്ടോ. ഈ നെയ്യുടെ ഒരിത് അറിയാവുന്നവർ പറഞ്ഞേണേ. എനിക്കറിയത്തില്ല കേട്ടോ. നെയ്ക്ക് കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ഹിന്ദുസിൻ്റെ കല്യാണ സദ്യക്കുണ്ടല്ലോ, പരിപ്പിൻ്റെ കൂടെ നെയ്യ് വേണം പോലും. അങ്ങനെ അങ്ങോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നെയ്യ്. ഇച്ചിരി കാണത്തുള്ളൂ. പറഞ്ഞെന്ന് അറിഞ്ഞു വരുമ്പോൾ ഒരു ചീനിച്ചട്ടി നിറച്ചും കാണും. പക്ഷേ സംഭവം ഇച്ചിരി കാണത്തുള്ളൂ കേട്ടോ. ചീറ്റലൊക്കെ തുടങ്ങി കേട്ടോ. കുറേശ്ശെ ആയി. പൊട്ടി 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 പൊട്ടിത്തെറിക്കുമല്ലോ. ഈ നമ്മുടെ ഈ പെരയ്ക്കകത്ത് നിന്ന് അറിയത്തില്ല കേട്ടോ. ഈ നമ്മൾ നെയ്യ് ഒരുക്കുന്നതിൻ്റെ ഒരു മണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നിൽക്കണം. അപ്പോഴും പറയും എവിടെയോ നെയ്യ് ഒരുക്കുന്നല്ലോ, പക്ഷേ ഇവിടെ ഒന്നും അറിയാനില്ല എനിക്ക് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് മണം പിടിക്കാൻ പണ്ടേ അറിയത്തില്ല. മണം പിടിക്കാനാണെങ്കിൽ നമുക്ക് പോലീസ് തായി ഇറക്കാം അല്ലേ? പണ്ടത്തെ അമ്മമാരെയൊക്കെ ഇതായിരുന്നു സ്ഥിരം പണി. പശുവിനെ കറന്ന് പാല് കാച്ചി മോരുണ്ടാക്കി. ഇത് അവരൊക്കെ ഇങ്ങനെ പണ്ട് നമ്മുടെ എൻ്റെ സ്വന്തം വീടിൻ്റെ മേളിലൊരമ്മയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടംമാതിരി മോര് തരുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചോറ്റുപാത്രം കൊണ്ട് പോയി. അപ്പോഴെന്താ ഈ നല്ല കറിവേപ്പിലയല്ല അമ്മ ഇടുന്നത് കേട്ടോ. നമ്മുടെ നാരകത്തിൻ്റെ ഇലയുണ്ടല്ലോ, കീറിയിട്ട് എന്തോരു സ്മെല്ലാണെന്നറിയാം. ആ ഒരു മോരിന് എന്തോരു രുചിയുമാണ്, അതിന് മണവുമാണ്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ എന്നും പോകുമായിരുന്നു. സ്കൂളിൽ പോകാത്ത ദിവസമൊക്കെ നമ്മളവിടെ പോയി മോര് വാങ്ങിക്കുമായിരുന്നു. പൈസ എത്രയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. വെറുതെ തരുമായിരുന്നു. അമ്മ മരിച്ചു, കഷ്ടം. അവിടെ ഒത്തിരി പശുവൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിറഞ്ഞ് ഞങ്ങൾ പാലും വാങ്ങിച്ചിരുന്നു.
പാലും മോരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകരുതെന്നാണ് പറയുന്നത് അല്ലേ? പശുവിനാണോ നമുക്കാണോ എനിക്കറിയത്തില്ല. അങ്ങനെ ആരും കൊടുത്തു വിടാറില്ല. പണ്ട് അങ്ങനെയൊക്കെയായിരുന്നു പറയുന്നത്, പാലും മോരും കൂടെ കൊടുത്തു വിടത്തില്ല. പാല് ചിലർ വാങ്ങിക്കാൻ വരുമല്ലോ. അല്ലേ? അടിപൊളി മോരായിരുന്നു കേട്ടോ. ഇതൊരു മണമായിരുന്നു. നമ്മുടെ നെയ്യൊക്കെ ആയി വരുന്നു കേട്ടോ. ഏകദേശം എല്ലാം തെളിഞ്ഞു വരുന്നു. തെളിഞ്ഞു നല്ല മഞ്ഞ കളറാണ്. ഇവിടെ അമ്മയൊക്കെ പണ്ട്, ഇപ്പൊ ഞാനല്ലേ കല്ലി, അമ്മയൊന്നും കല്ലിയല്ലായിരുന്നു. നെയ്യപ്പം ഉണ്ടാക്കുമായിരുന്നു. അപ്പോഴും ഇതിന് നന്നായിട്ട് നെയ്യൊക്കെ ചേർത്തായിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഓർക്കുന്നില്ല കേട്ടോ. വെളിച്ചെണ്ണ നെയ്യും കൂടാണോ അതോ ഇനി ഈ നെയ്ക്കകത്ത് മാത്രമാണോ നെയ്യപ്പം ഉണ്ടാക്കുമായിരുന്നു അമ്മ? നമ്മുടെ ഒരു അശോകത്തിൻ്റെ പൂവുണ്ടല്ലോ, അശോകത്തെറ്റി എന്ന് പറയുന്ന ഒരു മരമാവുന്നത്, അത് അശോകത്തെറ്റി നല്ലതാണ് അത് കേട്ടോ. പീരീഡ് സമയത്തൊക്കെ നമുക്കത് ഇതേപോലെ ഉണ്ണിയപ്പോ നെയ്യപ്പോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. നല്ലതാണ്. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ അമ്മ എനിക്ക് അതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. മോളെയൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിയപ്പോ ഒക്കെ അതും ആ അശോകത്തിൻ്റെ പൂവും പച്ചരിയും കൂടി ഇട്ട് ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കി തരില്ല. അത് രണ്ടും കൂടെ അരച്ച് മിക്സ് ചെയ്ത് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഈ അശോകത്തിൻ്റെ പൂവ് എവിടെയെങ്കിലും കിട്ടുവാണ്, അശോകം എന്നാണ് അതിൻ്റെ പേര്, എനിക്ക് വേറെ ഈ പേരറിയത്തില്ല. അതിൻ്റെ ആ മരത്തിനകത്തെല്ലാം പൂവുണ്ടാവും, മരത്തിനകത്തും ഉണ്ടാവും, കമ്പയിലും പൂവുണ്ടാവും. നല്ല ടേസ്റ്റ് ആട്ടോ. കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ പൂവ് ഞാൻ ഇനി കാണിക്കാം. എവിടെയെങ്കിലും അവിടെ ഒരു വീട്ടിലുണ്ട് കേട്ടോ, എൻ്റെ നാത്തൂൻ്റെ വീടിൻ്റെ അപ്പുറത്തെ ഒരു വീട്ടിലുണ്ട്. ഞാൻ ഇനി കാണിക്കാം. പൂ പിടിച്ച് നിൽക്കുവാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. അശോകത്തിൻ്റെ പൂവ് നല്ല ടേസ്റ്റാണ്. ഇച്ചിരി കൂടെ ആവട്ടെ. അപ്പോഴിതാ നമ്മുടെ നെയ്യ് അടിപൊളിയായിട്ട് ഇരിക്കും. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് കറുപ്പിക്കത്തില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. അന്നേരം അങ്ങ് അതിൻ്റെ കളറങ്ങ് മങ്ങിപ്പോവും. നമ്മുടെ ആ നെയ്യുടെ ഒരു പരുവത്തിൽ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ അങ്ങ് നിർത്താം. അല്ലെങ്കിൽ അങ്ങ് വല്ലാത്ത വേറെ കളറായിപ്പോൾ എനിക്കിഷ്ടമല്ല കേട്ടോ. ആ കളർ നല്ല മഞ്ഞ കളറിൽ കിട്ടത്തില്ലേ? അടിപൊളി. ഇനി ഇത് നമുക്ക് ആറുമ്പോൾ അരിച്ചെടുത്താൽ മാത്രം മതി. 10 മിനിറ്റ് കഷ്ടപ്പെട്ട് 10 മിനിറ്റ് എടുത്തോ, 10 മിനിറ്റോ 5 മിനിറ്റ് എത്ര ഞാൻ നോക്കില്ല സമയം. മെനക്കെട്ടാലെന്താ നല്ല അടിപൊളി നെയ്യ് നമുക്ക് കിട്ടത്തില്ലേ പിള്ളേരെ അല്ലേ? ഇതിന് നമുക്ക് ഒരു തുണിയിലോ അരിപ്പ ചൂടോടെ ഞാൻ അരിപ്പ എടുക്കുന്നില്ല കേട്ടോ. ഇന്നാൾക്ക് എൻ്റെ അരിപ്പ പോയി ബുദ്ധൂസ് ഓർത്തില്ല. അല്ലെങ്കിൽ പിന്നെ സ്റ്റീലിൻ്റെ ഉണ്ട് കേട്ടോ. ഇച്ചിരി കഴിയട്ടെ, എന്നിട്ട് ആറിച്ച് നമുക്ക് ഒഴിച്ച് വയ്ക്കാം. സൂപ്പർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്ത് എളുപ്പമാണ് ഉണ്ടാക്കാനല്ലേ? അങ്ങനെ നമ്മൾ നെയ്യൊക്കെ ഉരുക്കി വെച്ചിട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. സമയമൊക്കെ ആയി വരുന്നു. അപ്പോഴിനി നമുക്ക് ചോറുണ്ടാകുമ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഞാൻ ചുമ്മാ നമ്മൾ നെയ്യ് ഉരുക്കുന്നതൊന്നും എല്ലാവർക്കും അറിയാം. പലരും പല രീതിയിലാട്ടോ. ചിലരിൽ ഐസ് വെള്ളത്തിനകത്തൊക്കെ ഇട്ട് അടിച്ച് അതിന് എളുപ്പം ഇതാണെന്ന് തോന്നട്ടോ. ഞാൻ അങ്ങനെ മെനക്കെടാനൊന്നും എനിക്ക് വയ്യ. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം. ഇതൊന്ന് അരിച്ചെടുത്താൽ മതിയായിരുന്നു. ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ കേട്ടോ. നല്ല വിശേഷങ്ങളും ഇനി ടിപ്പുകളുണ്ട്. നമുക്ക് ഓരോരോ ടിപ്പുകൾ കാണിച്ചേക്കട്ടെ തരാം കേട്ടോ. ഉണക്കല്ല, ഇപ്പം ഭയങ്കര കാലാവസ്ഥ ചൂട് സമയമാണ്. ടിപ്പൊക്കെ ചെയ്തില്ലെങ്കിൽ മുഖമൊക്കെ വല്ലാതെ വികൃതമായി പോകും. ചുണ്ട് കാലും കയ്യും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കേണ്ടേ, വെളുപ്പിച്ചെടുക്കേണ്ടേ. ടിപ്പുകളും ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.